ഹായ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ പച്ചക്കറി തോട്ടത്തിലാട്ടോ. ഇതുണ്ടോ എൻ്റെ റെഡ് ലേഡി പപ്പായയാണ്. ഏകദേശം ഒരു 4-5 മാസമേ ആയിട്ടുള്ളൂ. പപ്പായൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. എങ്ങനെ ഒരു 1.5-2 കിലോ ഉണ്ടാവട്ടെ ഈ പപ്പായ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ കൃഷിത്തോട്ടം നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. ഇതിന് മുൻപ് ഞാൻ എൻ്റെ ലോക്ക്ഡൗൺ കൃഷിത്തോട്ടം ഒന്ന് പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആട്ടോ ഈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, എൻ്റെ റെഡ് ലേഡി പപ്പായയാണിത്. ഇത് പെട്ടെന്ന് തന്നെ കായ്ച്ചിട്ടുണ്ട്. 4-5 മാസം കൊണ്ട് തന്നെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്നും ഒരെണ്ണം പോലും പറിച്ചിട്ടില്ല. പഴുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യാണ്. തൈ വാങ്ങി നട്ടതാട്ടോ ഈ റെഡ് ലേഡിയുടെ. നല്ല വലുപ്പമുണ്ട് പപ്പായ. എൻ്റെ വെണ്ടച്ചെടി കേട്ടോ, ഒരു പൂ വിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2-3 വെണ്ടയ്ക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അടുത്ത ഒരു ചെടിയാണ്. ഇതെല്ലാം ഗ്രോ ബാഗിലാണ് നിൽക്കുന്നത്. ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതിൽ ഒരു കായ നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ കായൊക്കെ പറിച്ചെടുത്തതാണ് കേട്ടോ ഇതിന് മുൻപ്. ഇത് അടുത്ത വെണ്ടയ്ക്കാണ്. ഇതിലും 2 എണ്ണം പറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതൊരു നാടൻ വെണ്ടയായിരുന്നു. ഇതിന് മുൻപത്തെ എൻ്റെ കിച്ചൺ ഗാർഡൻ്റെ വീഡിയോയിൽ ഈ വെണ്ട കണ്ടിട്ടുണ്ടാകും നിങ്ങൾ. കായൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വെണ്ടയൊന്ന് മുറിച്ചു. കണ്ടോ, ഈ വെണ്ടയിലും ഒരു വെണ്ടയ്ക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. പറിക്കാനായിട്ടില്ല അത്. അപ്പോൾ അതിന് ശേഷം വളർന്നു വന്ന തണ്ടുകളാണിത്. ഇവിടെ ഇതിൽ കാണിക്കാം. ഇതാ ഇവിടെ മുറിച്ചതിന് ശേഷം വളർന്നു വന്നാണ്. ചെറിയ പൂക്കളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഇലയൊക്കെ കടിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വഴുതന ചെടികളുടെ ഇടയിലൊരു വെണ്ടയ്ക്ക നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഒരെണ്ണം പറിക്കാനായിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു വെണ്ടയ്ക്ക നിൽക്കുന്നുണ്ട്. ഇത് എൻ്റെ റെഡ് ലേഡി പപ്പായയുടെ അടിയിൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് വളർച്ച കുറച്ച് കുറവാണ്. എന്നാലും ഒരു വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ വെണ്ടയ്ക്കയാണ് പറിക്കുന്നത്. നല്ല വെണ്ടയ്ക്ക കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്ക പറിക്കാം. ഇത് നാളെ പറിക്കാം, അതായിട്ടില്ല. പറിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഈ കമ്പുകൾ മുറിച്ച് കളയുന്നത് കേട്ടോ. കാരണം ഇതിൻ്റെ അടിയിലൊക്കെ ഒരു ഫംഗസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനിയും പ്ലാന്റിൽ നിർത്തുന്നില്ല, അത് മുറിച്ച് കളയണം. ഫ്രണ്ട്സ്, ഇന്നേക്ക് എനിക്ക് കറിക്കുള്ള വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. 7 വെണ്ടയ്ക്ക ഞാൻ പറിച്ചിട്ടുണ്ട്. നമുക്കൊരു 10 വെണ്ടയ്ക്കയുടെ ചെടി ഉണ്ടെങ്കിൽ 1.5 ദിവസങ്ങളിൽ നമുക്ക് കുറഞ്ഞതൊരു 10 വെണ്ടയ്ക്കയിലും പറിക്കാൻ കിട്ടും കേട്ടോ. എൻ്റെ കുറ്റിപ്പയറാണ്. ഇവിടെ 2 പയറുണ്ടായി വന്നിട്ട്. ഇവിടെ ഞാൻ 6 ഗ്രോ ബാഗിലാണ് കുറ്റിപ്പയർ വെച്ചിട്ടുള്ളത്. ഇതിൽ ഉണ്ട്. ഇവിടെ 2 പയർ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ പയറുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടുത്ത കുറ്റിപ്പയറാണിത്. ഈ ഗ്രോ ബാഗിലും 3-4 പയർ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ 2, ഇവിടെ ഒരെണ്ണം ഉണ്ട്. ഞാനിതിൽ ഒരെണ്ണം വിത്തിന് വെച്ചിട്ടുണ്ട് ഇവിടെ ആയിട്ട്. ആക്ച്വലി അത് വിത്തിന് വെച്ചതല്ല, ഞാൻ അറിയാതെ ഞാൻ പറിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് വിത്താകട്ടെ എന്ന് വിചാരിച്ചു. ഇത് പറിക്കാനായിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് മൂക്കാൻ വേണ്ടി നിർത്താൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറും. ഇതിലാണ് എനിക്ക് കൂടുതൽ കുറ്റിപ്പയർ കിട്ടിയത്, ഈ ചെടിയിൽ നിന്നാണ്. ഇതിലുണ്ട്. ഇവിടെ ഒരെണ്ണം നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു 2 എണ്ണം ഉണ്ട്. അവിടെ ഒരെണ്ണം ഉണ്ട്. പിന്നെ പുതിയ ഫ്ലവേഴ്സൊക്കെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ആക്ച്വലി ഇതിന് ഇതുപോലെ നെടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൽ 2 എണ്ണം ഉണ്ട്. ഇവിടെ ഒരെണ്ണം, അവിടെ ഒരെണ്ണം ഉണ്ട്. ഇനി നമുക്ക് എൻ്റെ കൂർക്ക ടവർ കാണാം. ഇത് മുൻപുള്ള എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ ഈ കൂർക്ക ടവറിൻ്റെ ആദ്യത്തെ പോർഷൻ കാണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കൂർക്ക ടവറിൽ ഒരുപാട് കൂർക്കകൾ, അതായത് കൂർക്കകളുടെ ഇലകളൊക്കെ നന്നായിട്ട് വളർന്നിട്ട് പന്തലിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിലൊന്നും നമുക്ക് മണ്ണിട്ട് കൊടുക്കാൻ കഴിയില്ല, അതാണ് പ്രശ്നം. കണ്ടോ, ഇതിൻ്റെ അടിയിലായിട്ടൊരു 10 മണിപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതായത് നല്ല കട്ടിയിൽ തന്നെ തണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ അടിയിൽ തട്ടിയ തണ്ടുണ്ടല്ലോ, ഇതിന് കുറച്ച് മണ്ണിട്ട് കൊടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തുനിന്ന് കൂടെ നമുക്ക് കൂർക്ക കിട്ടും. ഇത് നമ്മുടെ കോവലിൻ്റെ വള്ളി കേട്ടോ. ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ ചെറിയ കോവയ്ക്കൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. 2-3 കോവക്ക നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്. സാമ്പാർ ചീരയാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇത് പറിച്ചാൽ നമുക്ക് ഒരു ദിവസത്തെ തോരനുള്ളത് ഉണ്ടാവും. ഇതും സവാളയും അതുപോലെ മുട്ടയൊക്കെ ചേർത്തിട്ട് നല്ല സാമ്പാർ ചീര തോരൻ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് പറിച്ചെടുക്കല്ല, പൊട്ടിച്ചെടുക്കുക വേണ്ടത്. അങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ ഇതിൽ വീണ്ടും ഇങ്ങനെ അമച്ചു വരും.
ഇപ്പോഴത്തെ എൻ്റെ പച്ചക്കറി തോട്ടത്തിലെ സ്റ്റാർ ഈ പൂക്കളാണ്. മാങ്ങാനാറി പൂക്കൾ എന്നാണ് ഞങ്ങൾ പറയാറ് കേട്ടോ. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. ഒരു മാങ്ങയുടെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട് ഇതിന്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഈ പൂക്കൾ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ നേരെ ബാക്കിലാണ് എൻ്റെ വഴുതനയുടെ ഒരു തൈ. അതിൽ നന്നായിട്ട് പോളിനേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ കായ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയത് ഇതാണ്. ഇതെൻ്റെ മുളക് തൈയാണ്. ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ 2 തൈകളുണ്ട്. ഇതിൽ ആദ്യം ഒരു 2-3 മുളക് ഉണ്ടായിട്ട് പിന്നെ ഉണ്ടാവുകയേ ചെയ്തിരുന്നില്ല. അങ്ങനെ നിൽക്കുകയായിരുന്നു. പൂക്കളുണ്ടാവും, കൊഴിഞ്ഞു പോവുകയോ ചെയ്തിരുന്നു. പോളിനേഷൻ നടക്കാത്തത് കൊണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ 2-3 മുളകുകളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇവിടെ 2-3 മുളകുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു മുളക് തൈയുണ്ട്. ഈ മുളക് തൈയിലും തന്നെ മുളകുകളുണ്ട്. ഇതാ ചെറുതായിട്ടുണ്ടായി വരുന്നേ ഉള്ളൂ. ഇവിടെ പിന്നെ നമ്മൾ പച്ചക്കറി തോട്ടത്തിൽ എന്തായാലും ഒരു തുളസി വെക്കണം കേട്ടോ. തുളസി നല്ലതാണ്, കാരണം കീടങ്ങളെ തടയാനുള്ള കഴിവ് ഈ തുളസിക്കും ചെടികൾക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് വലിയൊരു തൈയായിരുന്നു. ഇത് ഞാൻ എത്രത്തോളം മുറിക്കുന്നു അതിനനുസരിച്ചിട്ട് വലുതായി വരുമായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, 2 ദിവസം മുൻപ് മുറിച്ചതാണ്. ഇത് ചെറിയൊരു ഭാഗം ഇതേപോലെ വന്നിരുന്ന പോർഷനായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഇങ്ങനെ വലുതായി വന്നു. ഞാൻ 2 ദിവസം കൂടുമ്പോൾ മുറിക്കുമായിരുന്നു. കാരണം ഈ മുളകിന് ഇപ്പുറത്തുള്ള ഈ മുളക് തൈയിന് ഇത് തണലായിരുന്നു. അപ്പോൾ മുറിച്ച് മാറ്റിയത്. പക്ഷേ പിന്നെയും വളർന്നു വരികയാണ്. പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നുണ്ട്. വളം ഒന്നും ഇടാറില്ല ഇതിന്, പക്ഷെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. എൻ്റെ കശ്മീരി ചില്ലിയാണിത്. ഇത് ഒരുപാട് പിടിച്ചിട്ടുണ്ട് കേട്ടോ കായ. കണ്ടില്ലേ, ഒരു 10-20ഓളം എണ്ണം ഉണ്ട്. ഇതിലൊരെണ്ണം പഴുത്ത് വരുന്നുണ്ട്. ഇതാ ഇവിടെ ഉണ്ട്. ഇതൊന്ന് പഴുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ തക്കാളി ചെടി. കാരണം തക്കാളിയൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 3 തക്കാളി ഇപ്പോൾ പഴുത്തിട്ടുണ്ട്, കാണുന്നില്ലേ, 3 എണ്ണം. പിന്നെ കുറേ എണ്ണം പച്ചയായി നിൽക്കുന്നുണ്ട്. പിന്നെ ചെറിയ തക്കാളികൾ ഉണ്ടല്ലോ. ഇവിടെ നല്ലൊരു ബ്രാഞ്ച് തന്നെ ഉണ്ട്. ഈ ബ്രാഞ്ചിൻ്റെ പ്രത്യേകത, ഇതിൽ എല്ലാ പൂക്കളും പിടിച്ചിട്ടുണ്ട് കായ. ഏകദേശം നമുക്ക് എണ്ണിയൊക്കെ 1 2 3 4 5 6 7 8 9 10 11 കായ്കളാട്ടോ. മാഷാഅല്ലാ, ആദ്യമായിട്ടാണ് എൻ്റെ തക്കാളിയിൽ എല്ലാ പൂക്കളും കായ്കളാണ്. പിന്നെ ഇവിടെ ഈ ചെറിയ തരം കിളികളുണ്ട്. അപ്പോൾ അവർ പൂക്കളൊക്കെ കണ്ടാൽ എല്ലാം കൊത്തിയിടും. അങ്ങനെ ആകുമ്പോൾ കുറേ തക്കാളി പിടിക്കുന്നില്ല കേട്ടോ. പൂത്ത് വരും, കായ് പിടിക്കും, പക്ഷെ അപ്പോഴേക്കിനും ഇവർ കൊത്തിയെടുക്കുകയാണിത്. എൻ്റെ ചെണ്ടുമല്ലി അല്ലെങ്കിൽ ബന്ദിപ്പൂ, മല്ലിക എന്നൊക്കെ പറയുന്നത് നിറയെ പൂ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരൊറ്റൊരു ചെടിയാണ്, നിറയെ പൂവുണ്ട്. ഇനി എൻ്റെ അടുത്ത മല്ലികയാണ്. ഇത് വൈറ്റ് കളറാണ് കേട്ടോ. കാണുമ്പോൾ ഒരു യെല്ലോയിഷൊക്കെ തോന്നുമെങ്കിൽ ഇത് വൈറ്റാണ്. ഇവിടെ ഉണ്ട്, ഇതാണ് യെല്ലോയിഷ്. ഇതിന് 2 എണ്ണം അടുത്തടുത്ത് നട്ടതാണ്. എൻ്റെ തക്കാളി വഴുതനയുടെ തൈ കേട്ടോ ഇത്. ഇതിലൊരു തക്കാളി വഴുതന ഉണ്ടായിട്ടുണ്ട്. ചെറിയൊരു തൈ, അത് ഇത്രയും വലുപ്പമുള്ളൂ. ഉണ്ട്, ഇവിടെയൊക്കെ ഒരു ഫ്ലവേഴ്സൊക്കെ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട് അടുത്ത ഫ്ലവർ. ഇതിൽ നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ചെറിയ പക്ഷികളുണ്ട്. അവർ ഈ ഫ്ലവറൊക്കെ കൊത്തിത്തുന്നു. അടുത്തൊരു വഴുതന ഉണ്ട്, കണ്ടോ, നല്ല വലുപ്പത്തിൽ ഒരു വഴുതന നിൽക്കുന്നുണ്ട്. എൻ്റെ കൈയിനേക്കാളും വലുപ്പമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ വഴുതന തൈയിലും ഉണ്ട് ഒരെണ്ണം. ഇവിടെ ഇതുണ്ടോ, ഇതും അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ ഇതിലൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ കായ്കൾ. ഇവിടെ തൂങ്ങിയിട്ടുണ്ട്. ഇതാ ഇവിടെ അവിടെ ഉണ്ടോ ഒരെണ്ണം. ഇപ്പോൾ വഴുതനയൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ, ഇത്രയും വലുപ്പമുണ്ട്. നല്ല വലുപ്പമുള്ള വഴുതനയാണ്. നമുക്ക് ഈ വഴുതന പറിച്ചെടുക്കാം. ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടേ, ഇതുകൂടെ ഞാൻ പറിച്ചെടുക്കുകയാണ്. ഞാൻ ഇന്ന് ഈ വഴുതന ഉപയോഗിച്ചിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം കേട്ടോ. 2 പേർക്ക് കഴിക്കാനുള്ള മെഴുക്ക് പുരട്ടിക്കുള്ള വഴുതന ഉണ്ട് ഇത്. ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് എൻ്റെ പടവല തോട്ടത്തിൽ കേട്ടോ. തോട്ടത്തൊന്നും പറയാൻ പറ്റില്ല, ഒരൊറ്റൊരു വള്ളി പടവലാണ്. പടവല കണ്ടില്ലേ, നന്നായിട്ട് വളർന്നു വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പടവലത്തിനൊന്നും കല്ല് കെട്ടിയിരുന്നില്ല. അപ്പോൾ കവറിൻ്റെ അകത്ത് കിടന്നിട്ട് പടവലൊക്കെ വളഞ്ഞ് പൊളഞ്ഞ് പോയിരിക്കണം. ഈ പടവലം ഇത് നന്നായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. താഴെ തട്ടിയതിന് ശേഷം കേട്ടോ ഇത് വളയാൻ തുടങ്ങിയത്. ഉണ്ടല്ലേ, ഇത്രയും ഹൈറ്റ് നിന്നാണ് വരുന്നത്. അതുപോലെ ഇവിടെ ഒരു പടവലുണ്ട്. ഇനി ഇവിടെ ഒരെണ്ണം ചെറുത് ഉണ്ടായി വരുന്നുണ്ട്, അത് വളഞ്ഞു വരുന്നത് തന്നെയാണ്. അപ്പോൾ ഞാനൊരു കല്ല് കെട്ടി വെച്ചിരിക്കുക കേട്ടോ. ഇതിന് ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോൾ ഈ പടവലം സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പോകും.
അടുത്തതായിട്ട് എൻ്റെ ചീരയും അതുപോലെ തന്നെ കോളിഫ്ലവർ ക്യാബേജ് ഇവയൊക്കെയാണ് 4-5 ബാഗിലുണ്ട് കേട്ടോ. ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വിത്താണ്. കോളിഫ്ലവറിൻ്റെയും ക്യാബേജിൻ്റെ വിത്തല്ല, തൈയാണ്. ഇതെൻ്റെ പാവലിൻ്റെ ചെടിയാണ്. ഇതിൽ കുറച്ച് കായൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏറ്റവും താഴത്തെ വരിയിൽ ഒരു 3-4 കായകൾ നിൽക്കുന്നുണ്ട്. അത് ഞാൻ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ചെറിയ കായകളൊക്കെ ഉണ്ട്. ഈ പാവൽ നിൽക്കുന്നത് എൻ്റെ വേലിപ്പന്തലിലാണ്. 2 മഞ്ഞ കളറ് 10 മണിയാണ്. ഇത് വെള്ളരി കേട്ടോ. കുറച്ചുകൂടെ ഇതളുള്ള 10 മണി. ഇത് ഞാൻ നട്ടിട്ടുള്ളത് മുളകിൻ്റെ ഗ്രോ ബാഗിലാണ്. ഈ 10 മണി ചുവപ്പും മഞ്ഞ കൂടെ മിക്സ് ചെയ്തതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു മഞ്ഞ കൂടെ നട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 കളറ് 10 മണിയാണുള്ളത്. ഇതിലൊരു കളറും കൂടെ ഉണ്ട്, അതൊന്നും വിരിഞ്ഞിട്ടില്ല. ഇവിടെ ഞാൻ കുറച്ച് ചെടികൾ കവറിൽ നട്ടിട്ടുണ്ട്. അത് ഈ ചെടിയിലൊക്കെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു റോസ് ഉണ്ട്, ചെറിയൊരു റോസ് പൂവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചട്ടിയിലോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോസ്, ഇതുപോലെയുള്ള കൃഷി റിലേറ്റഡ് വീഡിയോസ്, അതുപോലെ തന്നെ ഗാർഡനിങ് റിലേറ്റഡ് വീഡിയോസ്, പിന്നെ നല്ല കിടിലൻ റെസിപ്പികളും വ്ളോഗ്സും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.